യുഎഇയിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള വ്യക്തിഗത നിയമം പ്രാബല്യത്തിലായി. വിവാഹം മുതൽ പിന്തുടർച്ചാവകാശം വരെയുള്ള കേസുകൾ ഇനി അവരവരുടെ വ്യക്തിഗത നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർപ്പാക്കുക. 2021 അബുദാബിയിൽ നടപ്പിലാക്കിയ പരിഷ്കാരമാണ് മറ്റ് എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിച്ചത്. യുഎഇയിലെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, സാമ്പത്തിക തർക്കങ്ങൾ, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയവയെല്ലാം ഇനി അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള വ്യക്തിഗത നിയമത്തിലൂടെ തീർപ്പാക്കാം. സ്വന്തം രാജ്യത്തെ നിയമം ബാധകമാക്കണമെങ്കിൽ അതും സാധ്യമാകും. പുതിയ നിയമപ്രകാരം വിവാഹമോചനം വേണമെങ്കിൽ കാരണം വ്യക്തമാക്കേണ്ട കാര്യമില്ല. എന്നാൽ രണ്ടുപേർക്കും 21 വയസ്സായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. വിവാഹമോചനം ഒഴിവാക്കുന്നതിന് മധ്യസ്ഥത നിർബന്ധമാണെന്ന നിബന്ധനയും ഒഴിവാക്കി. യുഎഇ സന്ദർശനത്തിനിടെ വിവാഹവും വിവാഹമോചനവും നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലി കോർട്ടിൽ രജിസ്റ്റർ ചെയ്യാം. അനന്തരാവകാശ കേസുകളിൽ വിൽപ്പത്രമില്ലെങ്കിൽ സ്വത്തുക്കൾ ഭാര്യയ്ക്കും മക്കൾക്കും തുല്യമായി വിഭജിക്കാമെന്ന നിയമം അനുശാസിക്കുന്നു. കുട്ടികളുടെ സംരക്ഷണത്തിന് മാതാപിതാക്കൾക്ക് തുല്യ അവകാശമുണ്ട്. കുട്ടികളെ നോക്കാനായി ഒരു പങ്കാളിക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാൽ സഹായം നൽകാൻ മറ്റേയാൾക്ക് ബാധ്യതയുണ്ടെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 ദുബായ്. യുഎഇയിൽ പുതുക്കിയ ഇന്ധനവില പ്രാബല്യത്തിൽ വന്നു. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് ഇനി 3.05 ദിർഹം നൽകണം. സ്പെഷ്യൽ 95 പെട്രോൾ 2 ദിർഹം 93 ഫിൽസുമായാണ് വർദ്ധിച്ചത്. ഇന്ധനവില വർധനവോടെ ടാക്സി നിരക്കുകളും ഉയർന്നേക്കും. യുഎഇയിൽ പെട്രോൾ ലിറ്ററിന് 27 ഫിൽസും ഡീസലിന് 9 ഫിൽസും ഇനി അധികം നൽകണം. 2.78 ദിർഹമായിരുന്ന സൂപ്പർ 98 പെട്രോളിന് 3.05 ദിർഹം നൽകണം. 2.67 ദിർഹമായിരുന്ന സ്പെഷ്യൽ 95 പെട്രോൾ നിരക്ക് 2 ദിർഹം 93 ഫിൽസുമായാണ് വർദ്ധിപ്പിച്ചത്. E+95 പെട്രോളിന് 2 ദിർഹവും 86 ഫിൽസും നൽകണം. ജനുവരി മാസത്തിൽ 2 ദിർഹം 59 ഫിൽസായിരുന്നു നൽകിയിരുന്നത്. ഡീസലിന് 9 ഫിൽസാണ് വർദ്ധിച്ചത്. 3 ദിർഹം 38 ഫിൽസാണ് ഫെബ്രുവരി മാസത്തെ നിരക്ക്. ജനുവരിയിൽ 3 ദിർഹം 29 ഫിൽസായിരുന്നു ഡീസലിന്റെ വില. കഴിഞ്ഞ മാസങ്ങളിലായി ഇന്ധനവില ഗണ്യമായി കുറഞ്ഞിരുന്നു. ഇന്ധനവില വർദ്ധിക്കുന്നതോടെ ടാക്സി നിരക്കുകളിലും വർധനവുണ്ടായേക്കാം. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ധനവില കുറവായതിനാൽ ടാക്സി നിരക്ക് ചില എമിറേറ്റുകളിൽ കുറച്ചിരുന്നു. ന്യൂസ് 18 ദുബായ്. ദുബായിൽ കാലാവസ്ഥാ നിയന്ത്രിത സൈക്കിൾ ഹൈവേ വരുന്നു. 93 കിലോമീറ്റർ നീളത്തിലാണ് ദ ലൂപ്പ് ഒരുങ്ങുന്നത്. 3 ദശലക്ഷത്തിലധികം പേർക്ക് വിവിധ ഇടങ്ങളിലേക്ക് നടന്നും സൈക്കിൾ സവാരി നടത്തിയും എത്താൻ സൗകര്യമൊരുക്കുകയാണ് ദി ലൂപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. പുറത്ത് ചൂടായാലും തണുപ്പായാലും ദി ലൂപ്പിലെ അന്തരീക്ഷം ഒരുപോലെയായിരിക്കും. 2040ഓടെ 20 മിനിറ്റ് ദൈർഘ്യമുള്ള നഗരമായി മാറുകയാണ് ദുബായ് ലക്ഷ്യം. അതിനനുസൃതമായാണ് ദ ലൂപ്പും ഒരുങ്ങുന്നത്. ജനങ്ങൾക്ക് നടന്നോ സൈക്കിളിലോ 20 മിനിറ്റിനുള്ളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ സൗകര്യമൊരുക്കും. നടത്തവും സൈക്ലിംഗും പ്രോത്സാഹിപ്പിക്കണം. ഇതിനായി ലോകത്തെ തന്നെ മികച്ച സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് URB CEO ബഹരാഷ് ബഗേരിയൻ പറഞ്ഞു. ദ ലൂപ്പിന്റെ മാതൃകയുടെ യൂട്യൂബ് വീഡിയോയും പുറത്തുവിട്ടു. എക്സ്പോ സിറ്റി, JLT, അൽഖൂസ്, ഡൗൺടൗൺ ദുബായ്, മൈതാൻ, അക്കാദമിക് സിറ്റി എന്നിവയുൾപ്പെടെയുള്ള ഭാഗങ്ങളിലൂടെയാണ് ദ ലൂപ്പ് കടന്നുപോവുക. നിലവിൽ ഗവേഷണ ഘട്ടത്തിലാണ് പദ്ധതി. ന്യൂസ് 18 ദുബായ്. സൗദി അറേബ്യയിൽ ഖലീജ ഫെസ്റ്റിവൽ കാണാൻ വൻ തിരക്ക്. സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് ബുറൈഖയിലേക്ക് ഒഴുകിയെത്തുന്നത്. സൗദിയിലെ 200ഓളം കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ് ഖലീജ ഫെസ്റ്റിവൽ. അവരുടെ ഉൽപ്പന്നങ്ങളും രുചികരമായ മധുര പലഹാരവും പ്രദർശിപ്പിക്കുന്ന ആഘോഷമാണിത്. മൈദയും ഗോതമ്പും ശർക്കരപ്പാനീയവും ഈന്തപ്പഴവും കറുവപ്പട്ടയും ചേരുന്ന സൗദിയുടെ പ്രിയപ്പെട്ട മധുര പലഹാരമാണ് ഖലീജ. മഞ്ഞുകാലത്ത് സൗദി ഗാവയ്ക്കൊപ്പമാണ് ഇത് വിളമ്പാറ്. ഫെസ്റ്റിവലിൽ സന്ദർശകരുടെ മുന്നിൽ വെച്ച് തന്നെ പാചകം ചെയ്തു നൽകും. വിവിധ കമ്പനികളും സ്ഥാപനങ്ങളും ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. ഗസിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിന് 26-നാണ് തുടക്കമായത്. 10 ദിവസം നീളും. ആദ്യ 5 ദിവസങ്ങളിൽ 1 മില്യൺ റിയാൽ വിൽപ്പന നടന്നു. ന്യൂസ് 18 സൗദി. ഷാർജയിലെ പുതിയ വിനോദസഞ്ചാര പദ്ധതികളുടെ പ്രവർത്തനവും പുരോഗതിയും വിലയിരുത്തി ഷാർജ നിക്ഷേപ വികസന അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ ബുദൂർ
ബിൻ സുൽത്താൻ അൽ ഖാസിമി. ഷുറൂഖിന്റെ നേതൃത്വത്തിൽ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച അൽഹിറ ബീച്ച് നിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ആഡംബര ആതിഥേയ കേന്ദ്രമായ സെറായി ബിൻ ബെയ്ത്ത് ഖാലിദ് ബിൻ ഇബ്രാഹിം ഹോട്ടൽ എന്നീ കേന്ദ്രങ്ങളിലാണ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചത്. ഷുറൂഖ് ആക്ടിംഗ് സിഇഒ അഹമ്മദ് ഉബൈദ് അൽ ഗസീർ അടക്കമുള്ള ഔദ്യോഗിക സംഘവും ഒപ്പമുണ്ടായിരുന്നു. ഷാർജയെ ലോകത്തെ മുൻനിര വിനോദസഞ്ചാര നിക്ഷേപ കേന്ദ്രങ്ങളിലൊന്നായി ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിനോദ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ബുദൂർ അൽ ഖാസിമി പറഞ്ഞു. സംരംഭകരെയും നിക്ഷേപകരെയും സന്ദർശകരെയുമെല്ലാം ഒരുപോലെ ഉൾക്കൊള്ളുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമെന്നും ബുദൂർ അൽ ഖാസിമി വ്യക്തമാക്കി. ഓൾ കേരള പ്രവാസി അസോസിയേഷൻ UAE ഘടകം രക്തദാന യൂണിറ്റ് രൂപീകരിച്ചു. രക്തം നൽകൂ, ലോകത്തെ മിടിപ്പിക്കൂ എന്ന സന്ദേശമാണ് അസോസിയേഷൻ പ്രചരിപ്പിക്കുന്നത്. ദുബായ് കരാമയിൽ നടന്ന രക്തദാന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി ഈ വിവരം പ്രഖ്യാപിച്ചു. ഉദ്ഘാടനം ഓൾ കേരള പ്രവാസി അസോസിയേഷൻ ഒമാൻ പ്രസിഡന്റ് ശ്രീ സുരേഷ് നിർവഹിച്ചു. കനത്ത മഴയെ അവഗണിച്ചും നിരവധി പേർ രക്തദാനത്തിന്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ആശ്വാസ ബജറ്റ്. പുതിയ ആദായ നികുതി ഘടനയിലേക്ക് മാറിയവർക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി കേന്ദ്ര ബജറ്റ്. പുതിയ നികുതി ഘടനയിൽ 7 ലക്ഷം വരെ വരുമാനത്തിന് ഇനി ആദായ നികുതിയില്ല. ഇപ്പോഴത്തെ 5 ലക്ഷം എന്ന ഇളവ് പരിധിയാണ് 7 ലക്ഷമാക്കി ഉയർത്തിയത്. ഇതുവരെ പഴയ സ്കീമിലുള്ളവർക്ക് പുതിയത് തെരഞ്ഞെടുക്കാനായിരുന്നു അവസരമെങ്കിൽ ഇനി മുതൽ പുതിയ സ്കീമാണ് അടിസ്ഥാനം. Currently, those with income up to 5 lakh do not pay any income tax in both old and new regimes. I propose to increase the rebate limit to 7 lakhs in the ഇടത്തരക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് പറഞ്ഞാണ് പുതിയ നികുതി ഇളവുകളും മാറ്റങ്ങളും ധനമന്ത്രി പ്രഖ്യാപിച്ചത്. പുതിയ സ്കീമിൽ 7 ലക്ഷം വരെ ഉള്ളവർക്ക് നികുതി വേണ്ടിവരില്ല. നിലവിൽ 5 ലക്ഷം രൂപ വരെയായിരുന്നു നികുതി ഇളവ്. നികുതി സ്ലാബുകൾ 6 നിന്ന് 5 ആക്കി. 3 ലക്ഷം രൂപ വരെ നികുതി നൽകേണ്ട. നിലവിൽ 2.5 ലക്ഷം വരെയായിരുന്നു നികുതി ഇളവ്. 3 മുതൽ 6 ലക്ഷം വരെ 5% നികുതി നൽകണം. 6 മുതൽ 9 വരെ 10%. ഈ സ്ലാബിൽ ഉൾപ്പെടുന്നവർ 45,000 രൂപ വരെ നികുതി നൽകിയാൽ മതിയാകും. 9 മുതൽ 12 വരെ 15%, 12 മുതൽ 15 വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30%വുമാണ് നികുതി. The new personal income tax regime with 6 income slabs starting from 2.5 lakh. I propose to change the tax structure in this regime by reducing the number of slabs to 5 and increasing the tax exemption limit to 3 lakhs. The new tax rates are 0 to 3 lakh, nil. 3 to 6 lakhs, 5%. 6 to 9 lakhs, 10%. 9 to 12 lakh, 15%. 12 to 15 lakhs, 20%. And above 15 lakhs, 30%. This will provide major relief to all taxpayers in the new regime. ഇനി മുതൽ പുതിയ സ്കീമാണ് അടിസ്ഥാനം. പഴയ സ്കീം തുടരാൻ അനുമതി നൽകും. പഴയ സ്കീമിൽ തുടരുന്നവർക്ക് 3 ലക്ഷം രൂപ വരെയാണ് നികുതി ഇളവ്. എന്നാൽ പഴയ സ്കീമിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാത്തതിനാൽ എല്ലാവരും പുതിയ സ്കീമിലേക്ക് മാറിയേക്കും. ഇതോടെ പഴയ സ്കീമിൽ കിട്ടിയിരുന്ന പല ആനുകൂല്യങ്ങളും ലഭിക്കില്ല. ഭവന വായ്പകളുടെ പലിശയ്ക്കും വീട്ടുവാടകയ്ക്കുള്ള ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ളവ പുതിയ സ്കീമിൽ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിലെ വ്യക്തമാകൂ. ബജറ്റ് ഡെസ്ക്, ന്യൂസ് 18. കേന്ദ്ര ബജറ്റിൽ റെയിൽവേക്ക് 2.40 ലക്ഷം കോടി വകയിരുത്തി കേന്ദ്ര സർക്കാർ. റെയിൽവേയുടെ സമ്പൂർണ്ണ വികസനത്തിനായി ഇത്തവണ ബജറ്റിൽ ഉൾപ്പെടുത്തിയത് 2.40 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ അടിസ്ഥാന വികസനത്തിനായി പല മേഖലകളിലും പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായില്ല. 2013-14 സാമ്പത്തിക വർഷം റെയിൽവേക്ക് അനുവദിച്ചതിനേക്കാൾ 9 മടങ്ങ് കൂടുതലാണ് ഈ തുക. റെയിൽവേക്ക് മൂലധന ചെലവുകൾക്കായി 1.37 ലക്ഷം കോടി രൂപയും റവന്യൂ ചെലവുകൾക്കായി 3267 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. റെയിൽവേയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഇത്രയും വലിയ തുക അനുവദിക്കുന്നതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. A capital outlay of 2.40 lakh crores has been provided for the railways.
this highest ever outlay is about 9 times the outlay made in 2013-14. രാജ്യത്ത് 50 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഹെലിപാഡുകൾ, വാട്ടർ എയറോ ഡ്രോണുകൾ, ലാൻഡിംഗ് ഗ്രൗണ്ടുകൾ എന്നിവ നവീകരിച്ച വ്യോമഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ഇതിനായി 75,000 കോടി രൂപ വകയിരുത്തി. 50 additional airports, heliports, water aerodromes and advanced landing grounds will be revived for improving regional air connectivity. നഗരവികസനത്തിനായി പ്രതിവർഷം 10,000 കോടി വീതം നീക്കിവെക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. PM ആവാസ് യോജനയ്ക്ക് 79,000 കോടി വകയിരുത്തി. ആരോഗ്യമേഖലയിൽ ചില പ്രഖ്യാപനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഇത്തവണയും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അണിഞ്ഞൊരുങ്ങാൻ ചിലവ് കൂടുമെന്നാണ് ഈ ബജറ്റിന്റെ സവിശേഷത. പുകവലി ശീലമുള്ളവർക്കും കീശകേറും. അടുക്കളയിൽ ഇലക്ട്രിക് കിച്ചൺ ചിമ്മിനി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ അധിക തുക വകയിരുത്തണം. നിർമ്മല സീതാരാമന്റെ 5ാമത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ആഭരണങ്ങൾക്ക് മാറ്റുകൂടുകയാണ്. വിലയുടെ കാര്യത്തിലാണെന്ന് മാത്രം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടി. വജ്രത്തിനും പ്ലാറ്റിനത്തിനും വില ഉയരും. ഇനി ഇമിറ്റേഷൻ ധരിക്കാമെന്ന് കരുതുന്നവർക്കും ആശ്വാസത്തിന് വകയില്ല. ഇമിറ്റേഷൻ ആഭരണങ്ങൾക്കും വില ഉയരും. വസ്ത്രങ്ങൾക്കും കൂടുതൽ തുക കരുതണം. അടുക്കളയിൽ ഇലക്ട്രിക് ചിമ്മിണി വയ്ക്കാനും ചിലവേറും. ഇലക്ട്രിക് ചിമ്മിണിയുടെ കസ്റ്റംസ് തീരുവ 7.5% നിന്ന് 15% ഉയർത്തി. വെയിലും മഴയും ഏൽക്കാതെ കുട പിടിക്കാൻ വരെ ചിലവ് കൂടും. ചൈനീസ് അടക്കം വിദേശ കുടകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇനി 20%. ബജറ്റിൽ വില കുറയുന്നവയുടെ പട്ടിക ഇങ്ങനെ: ക്യാമറ ലെൻസ്, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് മീറ്റർ, കംപ്രസ്ഡ് ബയോഗ്യാസ്, മെഥനോൾ, അസറ്റിക് ആസിഡ്, ഹീറ്റ് കോയിൽ എന്നിവയ്ക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയുടെ വിലയിൽ കുറവുണ്ടാകും. TV പാനലുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി 2.5% കുറച്ചു. ഇതോടെ TVക്കും വില കുറയും. മൊബൈൽ ഫോൺ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾക്ക് വില കുറച്ചിട്ടുണ്ട്. ലിഥിയം അയൺ ബാറ്ററികൾക്ക് വില കുറയുന്നതും ആശ്വാസകരമാണ്. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചെമ്മീൻ തീറ്റയുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 2024 പൊതു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ളതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്. മധ്യവർഗത്തെ തലോടിയും വളർച്ച, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിൽ ഊന്നൽ നൽകിയുമുള്ള ബജറ്റ് ഇത് വ്യക്തമാക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷത്തിൽ താഴെ മാത്രം സമയം. 9 സംസ്ഥാനങ്ങളിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ. മധ്യവർഗത്തിന്റെ കയ്യടി ഉറപ്പാക്കിയ ആദായനികുതി പരിധി ഉയർത്തിയതാണ് ഇതിൽ പ്രധാനം. ആദായനികുതി ഇതിനു മുൻപ് പരിഷ്കരിച്ചത് 9 വർഷം മുമ്പ് 2014 ബജറ്റിലായിരുന്നു. വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. An agriculture accelerator fund will be set up to encourage agri startups by young entrepreneurs in rural areas. The fund will aim at bringing innovative and affordable solutions for challenges faced by farmers. It will also bring in modern technologies to transform agricultural practices, increase productivity and profitability. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും നിറയെ ആനുകൂല്യങ്ങളുണ്ട്. കർണാടകത്തിലെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ അപ്പർ ഭദ്ര ജലസേചന പദ്ധതി നടപ്പിലാക്കാൻ അനുവദിച്ചത് 5,300 കോടി രൂപ. റബ്ബറിന്റെ ഇറക്കുമതി തീരുവ കുറച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചേക്കും. ഗോത്രമേഖലയ്ക്കായി ഏകലവ്യ സ്കൂളുകളുടെ പ്രഖ്യാപനവും വടക്കു കിഴക്കൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ചേക്കും. നോർത്ത് ഈസ്റ്റിൽ ത്രിപുര അടക്കമുള്ള സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ത്രിപുരയിലും റബ്ബർ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് ഒന്ന്. പിന്നെ കർണാടകത്തിന്റെ മലയോര പ്രദേശങ്ങളുണ്ട്. മാംഗ്ലൂരും മംഗലാപുരം, ചിക്മംഗ്ലൂർ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ റബ്ബർ കൃഷി വ്യാപകമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് റബ്ബർ കർഷകരുടെ ഇത്രയും കാലം കേരളം ആവശ്യപ്പെട്ടതും കേരളത്തിലുള്ള MP-മാര് ആവശ്യപ്പെട്ടതും അംഗീകരിക്കാതിരിക്കുകയും വളരെ അഡമന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത ധനമന്ത്രി ഇത്തവണ അതിനകത്തൊരാശ്വാസം നൽകിയത് ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടു. ബജറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബജറ്റ് രാജ്യത്തിന് കുതിപ്പേകുമെന്ന് പ്രധാനമന്ത്രി. അമൃതകാലത്തെ ആദ്യ ബജറ്റ് ചരിത്രമാകും. സാധാരണക്കാർക്ക് നികുതി ഭാരമൊഴിയും. ബജറ്റ് ഇന്ത്യൻ വികസനത്തിന് നാഴികക്കല്ലാകുമെന്നും പ്രധാനമന്ത്രി. വളർച്ചാ നിരക്ക് 7% എത്തുമെന്ന് ധനമന്ത്രി. ആഗോള പ്രതിസന്ധിക്കിടയിലും തല ഉയർത്താവുന്ന നേട്ടമെന്നും നിർമ്മല സീതാരാമൻ.
കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന് മുഖ്യമന്ത്രി. സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കാൻ മാർഗങ്ങളില്ലാത്തതും കോർപ്പറേറ്റ് മൂലധന കേന്ദ്രീകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമാണ് ബജറ്റ്. പ്രാദേശിക സമതുലിതാവസ്ഥ പാലിക്കാത്ത സമീപനമാണ് ബജറ്റിൽ. കേരളത്തിൽ എയിംസ് എന്ന ആവശ്യം പരിഗണിക്കാത്തതും സംസ്ഥാനത്തിന്റെ റെയിൽ വികസനത്തിന് പദ്ധതിയില്ലാത്തതും നിരാശാജനകമാണെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര ബജറ്റ് കണക്കുകൾ കൊണ്ടുള്ള കൌശലമെന്ന് പ്രതിപക്ഷ നേതാവ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് കേന്ദ്ര സർക്കാർ. കോവിഡ് മഹാമാരിയിൽ ജീവിതമാർഗം അടഞ്ഞവരെ ബജറ്റ് പരിഗണിച്ചില്ല. കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനെക്കുറിച്ച് ബജറ്റ് മൗനം പാലിക്കുകയായിരുന്നുവെന്നും വി.ഡി. സതീശൻ. ഹൈക്കോടതി ജഡ്ജിയുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകനെതിരെ കേസെടുക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഡിജിപിയുടെ നിർദ്ദേശം. സൈബി ജോസ് കിടങ്ങൂരിനെ പ്രതിയാക്കി കേസെടുക്കാനാണ് നിർദ്ദേശം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിജിപിയുടെ നടപടി. തന്റെ നിരപരാധിത്വം തെളിയുമെന്ന് അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂർ. നിയമ പോരാട്ടം തുടരും. തന്നെ വിശ്വസിക്കുന്നവർക്ക് മുമ്പിൽ സത്യം വെളിവാക്കാൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഒഫീഷ്യലായിട്ട് എനിക്ക് ഒരു അറിവില്ല. പിന്നെ ഏതാ സെക്ഷനൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്വേഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം വെച്ചാൽ ഈ അന്വേഷണത്തിൽ എനിക്കെതിരെയുള്ള ഗൂഢാലോചന പുറത്തു വരും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിലൂടെ ഞാൻ മാത്രമല്ല സംരക്ഷിക്കപ്പെടുക, ജുഡീഷ്യറിയും സംരക്ഷിക്കപ്പെടുന്ന എൻ്റെ വിശ്വാസം. കാരണം ഈ ഒരു പ്രവണത ഒഴിവാക്കേണ്ടതാണ്. വ്യക്തിപരമായിട്ട് എന്നെ എതിർക്കുന്ന 3-4 അഭിഭാഷകരുടെ തലയിൽ വിരിഞ്ഞ ബുദ്ധിയാണ് എൻ്റെ ഇലക്ഷൻ സമയത്ത്. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ഹൈക്കോടതി അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് ഇലക്ഷൻ ക്യാമ്പയിനിങ് തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടത് 3-4 പേരാണ്. അതിൽ മെയിനായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന്റെ തൊട്ട് ബാക്കിൽ ജീവിക്കുന്ന ഒരാളാണ്. 100 മീറ്റർ അകലേ ഉള്ളൂ. ബാർ കൗൺസിൽ എനിക്കെതിരെ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ലോ മിനിസ്ട്രിയിലേക്ക് 16/11 തോന്നുന്നു ഡേറ്റ്. അത് വെച്ചിട്ട് ഒരു അനോണിമസ് ലെറ്റർ തന്നിട്ടുണ്ട്. അത് എൻ്റെ ഇലക്ഷന്റെ ആ ഒരു ക്യാമ്പയിൻ നല്ല ഹൈപ്പിച്ചിൽ നിൽക്കുന്ന സമയമാണ്. അതിൽ കണ്ടൻസ് എനിക്ക് കിട്ടിയതിനനുസരിച്ച് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ജഡ്ജസിന്റെ ഒക്കെ ബന്ധുവാണ്. എനിക്കറിയില്ല, എൻ്റെ ബന്ധുക്കളാരും കോടതി ജഡ്ജസായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ ഒരുപാട് പേരായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. ഞാൻ ഗുണ്ട നേതാവായതുകൊണ്ടാണ് അവർ പേര് പറയാത്തത്. അവരുടെ ജീവനെ പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷേ എവിടെയും എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുമെന്ന് പറഞ്ഞ മാതിരി തന്നെ ആ ഒരു എനിക്കെതിരെ അവരുടെ ആരോപണങ്ങൾ വന്നപ്പോൾ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. കാരണം അതിൽ രജിസ്റ്റേർഡ് ലെറ്ററിൽ ഫ്രം അഡ്രസ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സിലേക്ക് കോപ്പി 2 എന്ന് പറഞ്ഞിട്ട് ലോ മിനിസ്റ്റർ ബാർ കൗൺസിലിലേക്ക് അയച്ചാൽ ലോ മിനിസ്ട്രി ഈ കോപ്പി 2 എന്ന് പറഞ്ഞിട്ട് അവർക്കും കൂടി അതിന്റെ ലെറ്ററും കോപ്പിയും കൊടുത്തിട്ടുണ്ട്. അത് ബാർ കൗൺസിലിലേക്ക് അതിന്റെ ഇതും പോയിട്ടുണ്ട്. ആ കോപ്പി 2 എന്നുള്ള അഡ്രസ്സ് എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ എല്ലാ. അപ്പൊ അതിന്റെ എന്റെ വിസ്തീർണം ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിസ്തീർണം പറയും. എല്ലാം പുറത്തു വരട്ടെ, കോൺസ്പിറസിയും പുറത്തു വരട്ടെ. എത്ര നാൾ അതിനു വേണ്ടി പീഡിപ്പിക്കപ്പെട്ടാലും ഞാനത് സഹകരിക്കും പീഡനത്തോടെ തന്നെ. കോടതി 23 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി. ഗുണ്ടാ മാഫിയ ബന്ധവും അനധികൃത സ്വത്ത് സമ്പാദനവും അന്വേഷിക്കാനാണ് നിർദ്ദേശം. ഗുണ്ടാ ബന്ധമുള്ള 14 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതായും നിയമസഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. വർക്കലയിൽ 3 വയസ്സുകാരിക്ക് മുത്തശ്ശിയുടെ ക്രൂരമർദ്ദനം. പ്ലേ സ്കൂളിൽ പോകാൻ മടി കാണിച്ചതിന് വീടിനടുത്ത ഇടവഴിയിൽ വെച്ച് മുത്തശ്ശി കുഞ്ഞിനെ പൊതിരെ തല്ലുകയായിരുന്നു. വർക്കല കല്ലുമലക്കുന്നിലാണ് സംഭവം. പ്ലേ സ്കൂളിലേക്കുള്ള വഴിയിൽ വെച്ച് കുട്ടിയെ മുത്തശ്ശി തല്ലുന്നതിന്റെ വീഡിയോ അയൽവാസിയാണ് മൊബൈലിൽ പകർത്തിയത്. തിങ്കളാഴ്ച രാവിലെ നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. നാട്ടുകാർ പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടു. ബാലാവകാശ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. വയനാട് അമ്പുകുത്തി പാടിപ്പറമ്പിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്വകാര്യ കാപ്പിത്തോട്ടത്തിലാണ് കുരുക്കിൽപ്പെട്ട നിലയിൽ കടുവയുടെ ജഡം കണ്ടത്. 2 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ചത്തത്. ജഡം നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യും. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. നീലഗിരിയിൽ കടുവ യുവതിയെ ആക്രമിച്ചു കൊന്നു. നീലഗിരി തൊപ്പക്കാട് വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവതിയാണ് കടുവ ആക്രമിച്ചു കൊന്നത്.
ഇടുക്കി BL റാമിൽ കാട്ടാന ആക്രമണത്തിൽ ഭാഗികമായി തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ നടപടിയുമായി വനം വകുപ്പ്. ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പന്നിയാറിലെ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ വേലി നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ നിരീക്ഷണം തുടരുന്നു. വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടതിന് ശേഷവും BL റാമിലും പന്നിയാറിലും കാട്ടാനാക്രമണത്തിന് അയവ് വന്നിട്ടില്ല. 2 വീടുകളും റേഷൻ കടയും 301 കോളനിയിലെ ഷെഡും തകർക്കപ്പെട്ടു. ഒറ്റയാന്മാരെ കൂടാതെ 7 ആനകളടങ്ങുന്ന കൂട്ടവും തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. തുടർച്ചയായ കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് 2 ദിവസം 7 മണിക്കൂറോളം നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. കാട്ടാന തകർത്ത വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് പട്ടയമില്ലാത്തത് സർക്കാർ സഹായം ലഭിക്കാൻ തടസ്സമായി. വനം വകുപ്പ് ഈ വീടുകൾ നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആദ്യ ദിനം തകർത്ത കുന്നത്ത് ബെന്നിയുടെ വീട് പുനർനിർമ്മിച്ചു. കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട് തകർത്തിരുന്നു. അപ്പം അതിന് അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും, അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും കൃത്യമായിട്ട് വനം വകുപ്പിൻ്റെ ഭാഗത്ത് ദ്രുതഗതിയിൽ തന്നെ നമ്മൾ ആ വീട് നിർമ്മിച്ച് കൊടുക്കുകയുണ്ടായി. തൊട്ടടുത്തൊരു അതിന് സമീപത്ത് തന്നെ BL റാമിൽ തന്നെ ഒരു വീട് തകർക്കുകയുണ്ടായി. അപ്പം അതും നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അത് ചെയ്തു കൊടുക്കാനാണ് നമുക്ക് മേൽഘടകത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. പന്നിയാർ റേഷൻ കടയ്ക്ക് സംരക്ഷണമൊരുക്കി. സോളാർ ഫെൻസിംഗും ഉടൻ പൂർത്തീകരിക്കും. വനം മേഖലയിൽ നിരീക്ഷണം തുടരുന്നുണ്ടെങ്കിലും അരിക്കൊമ്പൻ തുടർച്ചയായ ദിനങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആശങ്ക കൂട്ടുകയാണ്. അപകടകാരികളായ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് ഉന്നതതല യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ഇടമലക്കുടിയിലെ ബാലവിവാഹത്തിൽ കേസെടുത്ത് മൂന്നാർ പോലീസ്. 16-കാരിയെ വിവാഹം ചെയ്ത 47-കാരൻ ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി. പെൺകുട്ടി CWCയുടെ സംരക്ഷണത്തിലാണ്. വയനാട്ടിൽ വീണ്ടും കർഷകൻ ആത്മഹത്യ ചെയ്തു. പുൽപ്പള്ളി ഭൂദാനം നടുക്കുടിയിൽ കൃഷ്ണൻകുട്ടിയാണ് വിഷം കഴിച്ച് മരിച്ചത്. ബത്തേരി കാർഷിക വികസന ബാങ്ക്, പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ കടബാധ്യതയുണ്ട്. വീട് ജപ്തി ചെയ്യുമെന്ന് അറിയിച്ച് ബാങ്ക് അധികൃതർ വീട്ടിലെത്താൻ തുടങ്ങിയതോടെയാണ് ആത്മഹത്യ. വയനാട് പുൽപ്പള്ളി ഭൂദാനം നടുക്കുടിയിൽ കൃഷ്ണൻകുട്ടി എന്ന കർഷകനാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. 2013 ബത്തേരി കാർഷിക വികസന ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപയും 2014 പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 13,500 രൂപയും കൃഷ്ണൻകുട്ടി വായ്പയെടുത്തിരുന്നു. എന്നാൽ കൃഷി നശിച്ചതോടെ തിരിച്ചടവ് മുടങ്ങി, പലിശയും കൂടി. സ്ഥലം വിറ്റ് വായ്പാ കുടിശ്ശിക അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതിനൊപ്പം ക്യാൻസർ രോഗബാധിതനും കൂടിയായതോടെ കൃഷ്ണൻകുട്ടി കടുത്ത നിരാശയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ലോൺ ഉണ്ടായിരുന്നു, അത് ഏകദേശം കുറച്ച് വർഷമായിട്ട് പെൻഡിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ ഈ അടുത്ത ദിവസം അവർ വന്നിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളൊരു ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ളൊരു സംവിധാനം ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല, എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോവുകയില്ല. ഇന്ന് വരുമ്പോൾ അവർ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് പോകണം. അതൊക്കെ ഭയങ്കര വിഷമാറുന്നുണ്ട്. അടയ്ക്കാനും പൈസയില്ല, പണിയെടുക്കാനും പറ്റില്ല. അതൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമാറുന്നു. ജപ്തി നടപടികൾ ആരംഭിക്കുമെന്ന് കാണിച്ച് ബാങ്ക് പലതവണ നോട്ടീസ് അയച്ചിരുന്നു. ഇതിനു പുറമെ ബാങ്കിന്റെ നിയമോപദേശകനെ കൂട്ടി ജീവനക്കാർ വീട്ടിൽ വരികയും ഉടൻ ജപ്തി നടക്കുമെന്ന് പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിച്ചു. ന്യൂസ് 18 വയനാട്.